ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ പെരുമ്പളം പാലം വഴി പെരുമ്പളത്തിലേക്കൊരു യാത്ര പോവുകയാണ്. പെരുമ്പളം ദ്വീപിലേക്ക്. പെരുമ്പളം ദ്വീപിനകത്തുള്ള ചില ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിക്കാനായി ഞങ്ങൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ടാവും. കേരളത്തിലെ കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം എന്നറിയപ്പെടുന്ന ഈ പാലം എനിക്ക് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടിയെത്തിയത് പണ്ട് ധനുഷ്കോടി പോയപ്പോൾ അവിടെ നമ്മൾ കണ്ട പാമ്പൻ പാലം തന്നെയാണ്. എനിക്ക് ഏകദേശം അതുപോലത്തെ ഒരു ഫീൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ അടിച്ച്. എന്നിരുന്നാലും ഈ പാലത്തിൽ കൂടി നമ്മൾ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ കാണുന്ന രണ്ട് സൈഡിലുള്ള കാഴ്ചയും വളരെ മനോഹരമാണ്. അങ്ങനെ ഞങ്ങൾ പാലം കടന്ന് പെരുമ്പളം ദ്വീപിലോട്ട് എത്തിക്കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ തികച്ചും ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു സ്ഥലം തന്നെയാണ് പെരുമ്പളം ദ്വീപ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കണ്ടങ്ങളും ചെറിയ പാടങ്ങളും വയലുകളും ഒക്കെ നിറഞ്ഞ അത്യാവശ്യം പച്ചപ്പ് നിറഞ്ഞ ഒരു ദ്വീപ് തന്നെയാണ് പെരുമ്പളം ദ്വീപ്. ഈ പെരുമ്പളം ദ്വീപിൽ ഭൂരിഭാഗവും ടാറിട്ട റോഡുകൾ തന്നെയാണുള്ളത്. അധികം ഗട്ടറുകളൊന്നുമില്ലാത്ത വളരെ നീറ്റായ റോഡുകളാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. പ്രകൃതിരമണീയമായ സ്ഥലവും പ്രകൃതിയോടിണങ്ങി നടക്കുന്ന ആൾക്കാരുമാണ് ഈ ദ്വീപിലുള്ളത്. അതുപോലെ തന്നെ പണ്ട് പെരുമ്പളംകാർക്ക് രാത്രി 8 മണി 8:30 കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ബോട്ടും പോകുമായിരുന്നു. ഇപ്പോൾ പാലം വന്നതിൽ പിന്നെ അവർക്ക് ആ ഒരു ഭീതിയില്ല. ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് തിരിച്ചെത്തിയാൽ മതി. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലങ്ങൾക്കും ഇപ്പോൾ ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. പണ്ട് ആർക്കും വേണ്ടാണ്ട് കിടന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. ഇന്ന് നല്ല വിലയ്ക്ക് ഇപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങൾ വാങ്ങാൻ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. മറ്റൊരു വിശേഷവുമായി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.